നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. പ്രദോഷമാഹാത്മ്യം. നൈമിഷാരണ്യേ വസിച്ചരുളിയിടുന്ന മാമുനീന്ദ്രന്മാരരുൾ ചെയ്തു പിന്നെയും ചൊല്ലിന്നിയും സൂത മഹാമതേ. മുല്ലബാണാരി മാഹാത്മ്യം മനോഹരം സാധുപ്രദോഷോപവാസപ്രകാരങ്ങൾ ബോധിപ്പതിന്നാശപാരം നമുക്കെടോ. ശങ്കരാരാധനം കൊണ്ടു മഹാമോഹ സങ്കടം തീരുമെന്നല്ലോ പറഞ്ഞു നീ. ശങ്കയില്ലേതുമേ സാരം ശിവാർച്ചനം തൽക്കഥാവർണ്ണനാകർണനധ്യാനവും. എങ്കിൽ നീ ചൊൽകടോ സംസാരമാകുന്ന വൻകടൽ പാരം കടന്നു വന്നിടുവാൻ. ഓടമായുള്ളൊരു ഗൗരീശ പൂജനം കേടകന്നിടുവാൻ ഔഷധം സമ്മതം എന്നതു കേട്ടു മഹാമതിസൂദനും വന്ദനം ചെയ്തു പറഞ്ഞു തുടങ്ങിനാൻ. കേട്ടരുളേണം പ്രദോഷ മഹാത്മ്യങ്ങൾ കേട്ടാലനുഷ്ഠിപ്പതിന്നും കഴിവരും. മന്ദപ്രദോഷം കറുത്ത പക്ഷം തന്നിൽ വന്നാൽ തുടങ്ങേണമന്നീ മഹാവ്രതം. കൃത്തിവാസസായ ദേവൻ പ്രദോഷേഷു നൃത്തമാടിയിടുന്നു കൈലാസ പർവ്വതേ. ബ്രഹ്മനും വിഷ്ണുവും ചന്ദ്രനും ഇന്ദ്രനും ബ്രഹ്മാമുനികളും ദേവകദംഭവും സർവദേവൗഘം പ്രദോഷവേലാവിധൗ. ശർവശൈലേ വസിച്ചിടുന്നു സാദരം ദാരിദ്ര്യനാശനം കീർത്തി സംവർദ്ധനം വൈരിവിധ്വംസനം സർവരോഗാപഹം. ആയുഷ്മാരോഗ്യ ഭോഗ്യഭാഗ്യപ്രദം ദായാദപുത്രമിത്രാനന്ദവർദ്ധനം സംസാരഭഞ്ജനം സാധു സംരഞ്ജനം മംഗളാനന്ദം പ്രദോഷ മഹാവ്രതം. അർച്ചനം ധ്യാനം പ്രദക്ഷിണം തർപ്പണം തച്ചരണാംബുജേ പൂജനം വന്ദനം തൽക്കഥാവിസ്താര തന്നാമ കീർത്തനം തൽകൃപാമർത്ഥന സർവം മഹാവ്രതം. ദ്രവ്യത്തിനൊത്തതു പോലെ ശിവാർച്ചനം ദ്രവ്യമില്ലാത്തവൻ നോറ്റുകൊണ്ടാൽ മതി. വിത്തമില്ലാത്തവൻ കാലക്രമം കൊണ്ടു വിത്തേശതുല്യനാം ഈശ്വരാരാധനാൽ ഇല്ലവും ചെല്ലവും വല്ലവും വർദ്ധിക്കുമില്ലൊരു സംശയം നോറ്റുകൊണ്ടാലുടൻ. സന്ധ്യാഭ്രഖണ്ഡനെ സാദരം സേവിച്ചു സന്ധ്യാവസേനെ ഭജിച്ചുകൊള്ളുവാൻ മുത. വിപ്രരെ കാൽ കഴുകിച്ചു ഭുജിപ്പിച്ചു സുപ്രസാദം വരുത്തിയിടുകീലുത്തമം. ആത്മശുദ്ധിപ്രദം സാധുപ്രദോഷമാഹാത്മ്യം പറഞ്ഞു ഞാൻ ബോധം വരുത്തുവാൻ. അത്യന്തരമ്യേ വിദർഭഭൂമണ്ഡലേ സത്യരഥനാമജാതനായ നൃപൻ വിദ്വാൻ വിവേകി വിനീതൻ വിശുദ്ധിമാൻ വിദ്വേഷഭീഷണൻ വീരൻ വിശാംപതി. കുണ്ടിനാഖ്യേ പുരേ ചാരുനാരീമണി മണ്ഡലേ ലീലാവിലാസേനമേവിനാൻ. അധ്യായം 1. സാലുവന്റെ ആക്രമണം. അക്കാലമക്ഷോണിപാലന്റെ ശത്രുവാം വിക്രമീ സ്വാലഭൂപാലനും സേനയും ഒക്കവേ കൂടി പുറപ്പെട്ടെടുത്തുടൻ ചൊൽക്കൊണ്ട കുണ്ടിനം രോധിച്ച സത്വരം. പോരിന്നു തട്ടി വിളിച്ചു തുടങ്ങിനാൻ വീരനെന്നാകിൽ പുറപ്പെട്ടുകൊള്ളെടോ. നാട്ടിൽ പ്രഭുത്വം നിനക്കല്ലെനിക്കിനി കാട്ടിത്തരാമെന്റെ പൗരുഷം സംഘരേ. ഒട്ടും മടിക്കേണ്ട യുദ്ധത്തിനെത്തു നീ കൂട്ടം മുടിപ്പാനൊരുമ്പെട്ടു ഞങ്ങളും. യുദ്ധം വിളിക്കുന്ന സ്വാലനോടെപ്പോഴേ യുദ്ധത്തിനായി മുതിർന്നു വിദർഭനും. ആനപ്പടകളും തേരും കുതിരയും സേനാഭടന്മാരാമാത്യവൃന്ദങ്ങളും നാനാപ്രകാരേണ ചൊന്നെടുത്തിടിനാർ. നാനായുധങ്ങളും കൈകൊണ്ടൊരക്ഷണാൽ വൈദർഭ സൈന്യവും സ്വാലന്റെ സൈന്യവും വാദിച്ചു ഘോഷിച്ചു യുദ്ധം തുടങ്ങിനാർ. വില്ലും ശരങ്ങളും വാളും പരീജയും നല്ല കുന്തങ്ങളും വേലും ചുരികയും എല്ലാം എടുത്തു പ്രയോഗം തുടങ്ങിനാർ. സ്വാല വൈദർഭ സേനാഭടന്മാരുടൻ വെട്ടും തടകളും കൊട്ടും വിളികളും മുട്ടും മുറികളും നീട്ടും നിറകളും വാക്കും പലവിധം തിക്കും തിരക്കവേ ചാക്കും മുറി പല ദിക്കും പരന്നുടൻ. ആർക്കും ചിലർ ചെന്നു നേർക്കും ചിലരോടു
വീർക്കും ശരീരം വിയർക്കും ചിലർക്കുടൻ. ആർക്കും തടുത്തുകൂടാത്തൊരു മല്ലനെ കോർക്കും ചവിളമുന കൊണ്ടു സംഘരെ. ഓർക്കും വിധൗ മഹാഭീമമായോധനം പാർക്കുന്ന ദേവകൾക്കെത്രയും അത്ഭുതം. വൻചോല പോലെയൊലിക്കുന്ന ചോരയിലഞ്ചാതെ നിന്നു കുളിക്കുന്നു കൂളികൾ. തള്ളിയിട്ടങ്ങനെ മുങ്ങിയും പൊങ്ങിയും മേളിച്ചു കൂടെ കളിച്ചു പുളച്ചിതു. ഊറ്റത്തിലുള്ളൊരു യുദ്ധകോലാഹലം ഏറ്റോരു നേരം വിദർഭന്റെ സേനകൾ. തോറ്റു തുടങ്ങി മടങ്ങിപ്പുറം വാങ്ങി മാറ്റാരടുത്തു കയർത്തു തുടങ്ങിനാൻ. നെറ്റിക്കു നേരെ അണഞ്ഞങ്ങു സ്വാലനും പറ്റിക്കളിച്ചാശു വെട്ടു തുടങ്ങിനാൻ. ഒട്ടും മടങ്ങാതെ സത്യരഥ നൃപൻ വെട്ടി മരിച്ചു സുരാലയെ മേവിനാൻ. മന്നവനാപത്തു വന്നോരു നേരത്തു പിന്നോക്കമോടിത്തുടങ്ങി പടകളും. സാൽവനും കൂട്ടവും പാഞ്ഞടുത്തിങ്ങനെ നല്ല കിടങ്ങും മതിലും തകർത്തുടൻ. കുണ്ഠിനം വെട്ടിപ്പിടിച്ചുകൊണ്ട് അസ്ഥാന മണ്ഡപേ ചെന്നു ഞെളിഞ്ഞിരുന്നിടിനാൻ. വൈദർഭസേനകൾ ശേഷിച്ചതൊക്കവേ പേടിച്ചു കാനനം പുക്കുമേവിടിനാർ. സത്യരഥൻ തന്റെ ഭാര്യമാരൊക്കവേ ഭീത്യാ പുറപ്പെട്ടു കാടുപുക്കിടിനാർ. പത്നിമാരിലൊരു പത്നി പുറപ്പെട്ടു യജ്ഞേന സാഗം കിഴക്കോട്ടു മണ്ടിനാൾ. 10 മാസം തികഞ്ഞോരു ഗർഭം വഹിച്ചത്രയും ഖേദേന രാത്രി കഴിച്ചുടൻ. താനേ കരഞ്ഞും വിരിഞ്ഞും പണിപ്പെട്ടു കാനനത്തൂടെ നടന്നു പോകും വിധൗ. താമരപ്പൊയ്കയും വല്ലീ ഗൃഹങ്ങളും താമസം കൂടാതെ കണ്ടാൾ മനോഹരം. സ്നാനവും ചെയ്തവൾ വേഗേന ഗൂഢമാം സ്ഥാനേ വസിച്ചു പ്രഭാതകാലേ ശുഭേ. എത്രയും നല്ലൊരു നേരത്തുമെല്ലവേ പുത്രനെ പെറ്റാൾ നരേന്ദ്രപത്നി തഥാ. ദാഹം വിശപ്പും തളർച്ചയും വർദ്ധിച്ചു ദേഹസന്താപം സഹിക്കാഞ്ഞു സുന്ദരി. വെള്ളം കുടിപ്പാനിറങ്ങി സരസിലങ്ങുള്ളിൽ കിടക്കുന്ന ഘോരനക്രം തഥാ. വായും പിളർന്നടുത്തിടിനാനന്നേരം തോയത്തിലാമ്മാറു തട്ടിയിട്ടിടിനാൻ. പുള്ളിമാൻ കണ്ണിയെ ഗ്രാസമാക്കിക്കൊണ്ടു വെള്ളത്തിൽ മുങ്ങി തിരിച്ചു മുതലയും. വള്ളിക്കുടിലിൽ കിടക്കുന്ന ബാലനും തുള്ളിപ്പിടച്ചു കരഞ്ഞു തുടങ്ങിനാൻ. അധ്യായം 2. ബ്രാഹ്മണി രാജശിശുവിനെ രക്ഷിക്കുന്നത്. അപ്പോൾ ഉഷാ നാമധേയയാം ബ്രാഹ്മണി തൽപ്രദേശത്തു പോന്നു വന്നിടിനാൾ. ആണ്ടു തികഞ്ഞൊരു തന്നുടെ പുത്രനെ കൊണ്ടു പുറപ്പെട്ടിരന്നു നടന്നവൾ. പണ്ടു താൻ ചെയ്തൊരു കർമ്മശക്തിയാ വന്നു കണ്ടു കുമാരനെ കൈകൊണ്ടെടുത്തവൾ. കൊണ്ടുചെന്നമ്പസ്സിലാശു കുളിപ്പിച്ചു 2.5 നാഴിക നേരം വിചാരിച്ചു. എന്തൊരു വിസ്മയം, നല്ലൊരു ബാലകൻ കാന്താരമധ്യേ ശയിക്കുന്നു ദൈവമേ. അച്ഛനും അമ്മയുമയ്യോ മഹാനദി. കച്ചപ്രദേശം വെടിഞ്ഞങ്ങു പോയവർ. വേശ്യാതനൂജനോ സ്വാദീകരാമനോ വാച്ചതെന്നാലും വളർത്തുന്നതുണ്ടു ഞാൻ. പൊക്കിൽ കൊടി കൂടെ വീണില്ല ബാലനു ചിക്കന്നിതാനീം പിറന്നു വീണിടിനാൻ. കഷ്ടം മുലപ്പാൽ കുടിച്ചീല നിർണയം ദുഷ്ടർക്കു വന്നു പിറന്നാലിതേ വരൂ. ജാതി സംബന്ധമുണ്ടായില്ല നിശ്ചയം ഏതും നമുക്കില്ല ദോഷം പരിഗ്രഹേ. കാലക്രമത്താൽ ഗ്രഹിച്ചുവെന്നാകിലോ ബാലന്റെ സംസ്കാരമന്നു ചെയ്യാം ദൃഢം. കാലഗത്യായഥായോഗം ഭവിച്ചൊരു ബാലനെ പാലനം ചെയ്യുന്നതുണ്ടു ഞാൻ. ഇത്തം വിചാരിച്ചു നിൽക്കും ദശാന്തരെ സത്വരം വന്നൊരു സന്യാസി ചൊല്ലിനാൻ. വിപ്രേന്ദ ഭഗ്നി വിചാരിക്ക വേണ്ട നീ ക്ഷിപ്രം കുമാരനെ കൈക്കൊള്ളടോ ശുഭേ. ശ്രേയസ്സുമേലിൽ ഭവിക്കും നിനക്കെടോ പോയാലുമെന്നരുൾ ചെയ്തു പോയിടിനാൻ. ബ്രാഹ്മണി താനും ശിശുവിനെ കൈക്കൊണ്ടു ധാർമ്മികന്മാരോടു ഭിക്ഷയും മേടിച്ചു. തന്നുടെ ഇല്ലത്തു ചെന്നുടൻ ബാലനെ തന്നുടെ പുത്രനെ പോലെ വളർത്തിതു.
2 ശിശുക്കളെ കൂട്ടിലാളിക്കയും കണ്ട ദിക്കിൽ ചെന്നു ഭിക്ഷമേടിക്കയും ഇങ്ങനെ 4-5 സംവത്സരങ്ങളെ ഭംഗ്യാ സുഖിച്ചു കഴിച്ചോരനന്തരം സുന്ദരന്മാരായ നന്ദനന്മാരോടു ഒന്നിച്ചു നാട്ടിലിരന്നു നടക്കുന്ന വിപ്രപത്നി താവദേക ചക്രാഹ്വയ വിപ്രദേശേ ചെന്നു വാസമായിടിനാൾ. ഏകദാ നല്ലൊരു ദേവാലയം തന്നിലാകുലം കൂടാതെ ചെന്നു യദൃച്ഛയാ. പാണ്ഡിത്യശാലികൾ മേവുന്ന മണ്ഡപേ ശാണ്ഡില്യനെന്നൊരു ഭൂമി സുരോത്തമൻ 2 ശിശുക്കളെ കണ്ടു തെളിഞ്ഞുടൻ കൊണ്ടാടി നിന്നു പറഞ്ഞു തുടങ്ങിനാൻ. ഭൂസുരന്മാരെ വിചാരിച്ചു കാൺകെടോ, വാസനാബന്ധം തടുത്തുകൂടാ ദൃഢം. മറ്റൊരു വംശേ പിറന്നൊരു ബാലകൻ പെറ്റ മാതാവോടു വേർവിട്ടു സാമ്പ്രതം മുറ്റും ദ്വിജേന്ദ്രകുമാരനോടൊന്നിച്ചു ചുറ്റും കലർന്നു വസിക്കുന്നു സാമ്പ്രതം എന്നതു കേട്ടു മഹീസുര സ്ത്രീ ചെന്നു വന്ദനം ചെയ്തു ചോദിച്ചു സകൗതുകം. ചാണ്ഡില്യമാമുനെ ചൊൽകെന്നോടു പുണ്യപൂരാകൃതേ ബാലന്റെ വാർത്തകൾ. ആരുടെ പുത്രനെന്നേതും ഗ്രഹിച്ചില്ല, കാരണമെന്തുവാനിങ്ങനെ കിട്ടുവാൻ. ഭിക്ഷു പറകയാൽ ബാലനെ കൊണ്ടന്നു രക്ഷിച്ചു ഞാനിത്ര കാലം മഹാമുനെ. സത്യം കഴിക്ക നീ സാധു ചിന്താമണേ, കൃത്യങ്ങളൊന്നും കഴിഞ്ഞില്ല ബാലനും ചൊന്നാൽ പതുക്കവേ ശാണ്ഡില്യമാമുനി. എന്നാൽ ഗ്രഹിക്ക നീ വിപ്രാങ്കനേ ശുഭേ, സത്യരഥനെന്നു പേരായ വൈദർഭ പൃഥ്വീശ്വരൻ തൻ്റെ പുത്രനീ ബാലകൻ യുദ്ധേ മരിച്ചിതു സത്യരഥ നൃപൻ. ബുദ്ധിക്ഷയം പൂണ്ടുപോന്നു ജനനിയും മുന്നമേ ഗർഭം ധരിച്ചു വസിച്ചൊരു മന്നവ സ്ത്രീ വനെ വന്നു പെറ്റിടിനാൾ. വിക്രമിച്ചാനവൾ തോയപാനാർത്ഥമായി നക്രം പിടിച്ചു മരിച്ചിതു ഭാമിനി. ചോദിച്ചു പിന്നെയും വിപ്രപത്നി മുതാ, വൈദർഭനെന്തുവാൻ അല്പായുസ്സാകുവാൻ. ദാരിദ്ര്യകാരണമെന്തിക്കുമാരന് പാരിൽ പ്രഭുത്വമിവന്നു ലഭിക്കുമോ? എന്നുടെ ദാരിദ്ര്യദോഷം ശമിക്കുമോ? നിന്നുടെ കാരുണ്യമുണ്ടായി വരേണമേ.